ബൾക്ക് വേസ്റ്റ് ജനറേറ്റർമാരുടെ യോഗം വിളിച്ചു ചേർത്ത് പൊന്നാനി നഗരസഭ. സർക്കാർ 2026 പുതുക്കിയ അജൈവ മാലിന്യ പരിപാലന ചട്ടങ്ങളുടെ പശ്ചാത്തലത്തിലായിരുന്നു യോഗം. പൊന്നാനി നഗരസഭാ പരിധിയിലെ സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് സർക്കാർ നടപ്പിലാക്കുന്ന പുതിയ നയങ്ങളെക്കുറിച്ചും നഗരസഭയുടെ ഭാവി പ്രവർത്തനങ്ങളെക്കുറിച്ചും വ്യക്തത വരുത്തുന്നതിനാണ് ബൾക്ക് വേസ്റ്റ് ജനറേറ്റർമാരുടെ യോഗം ചേർന്നത്. സർക്കാർ നയങ്ങളുടെ ബോധവൽക്കരണം 2026 പുതിയ ചട്ടങ്ങൾ അനുസരിച്ച് വൻതോതിൽ മാലിന്യം ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ സ്വീകരിക്കേണ്ട നിയമപരമായ മുൻകരുതലുകളെക്കുറിച്ചും ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചും യോഗത്തിൽ വിശദീകരിച്ചു. പുതിയ നയങ്ങൾ കാര്യക്ഷമമായി നടപ്പിലാക്കുന്നതിനായി പൊന്നാനി മുനിസിപ്പാലിറ്റി തയ്യാറാക്കിയിട്ടുള്ള പ്രത്യേക മാർഗരേഖകളും പ്രവർത്തന പദ്ധതികളും യോഗത്തിൽ ചർച്ച ചെയ്തു. ബൾക്ക് വേസ്റ്റ് ജനറേറ്റർമാർ, ഖരമാലിന്യം നീക്കം ചെയ്യുന്ന ഏജൻസികൾ എന്നിവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് അടുത്ത ദിവസങ്ങളിൽ നഗരസഭയുടെ നേതൃത്വത്തിൽ ഒരു ത്രികക്ഷി സംയുക്ത യോഗം ചേർന്ന് ഭാവി കാര്യങ്ങൾ തീരുമാനിക്കാനും യോഗം തീരുമാനിച്ചു. ഭരണസമിതി അംഗങ്ങളും ഉദ്യോഗസ്ഥരും യോഗത്തിൽ സംബന്ധിച്ചു. വീടുകളിൽ നിന്ന് മാലിന്യം എടുക്കുന്നുണ്ട്, കളക്ട് ചെയ്യുന്നുണ്ട്, കടകളിൽ നിന്ന് മാലിന്യം കളക്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു മൂന്നാമത് കൂട്ടരായിട്ടാണ് ഈ വേസ്റ്റ് കൂടുതലായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആളുകളായിട്ടാണ് ഈ പറയും. അതിന് കുറച്ച് മാനങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങൾക്കുള്ളിൽ വരുന്ന ആളുകളാണ് ഈ ഓഡിറ്റോറിയങ്ങൾ, അതേപോലെ തന്നെ ഹോട്ടലുകൾ, അതുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള ഈ വർക്ക്ഷോപ്പ് അതുപോലുള്ള ആളുകൾ. അപ്പൊ അത്തരത്തിലുള്ള ആളുകൾക്ക് ഈ പരിപാലന ചട്ടങ്ങളുമായി ബന്ധപ്പെട്ട് സ്വയം കുറച്ച് ഉത്തരവാദിത്തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത്, നിങ്ങൾ ലൈസൻസ് എടുക്കുന്ന സമയത്ത് അതൊരു ഫോമാണ്, അത് ഇവിടെ ഉപയോഗിക്കുന്ന ഫോമല്ല, അത് നമ്മുടെ സംസ്ഥാനത്തൊട്ടാകെ ഉപയോഗിക്കുന്ന ഒരു ഇതാണ്. അതിൽ നിങ്ങൾ സത്യവാങ്മൂലം ചെയ്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ സ്ഥാപനത്തിൽ ഉണ്ടാകുന്ന മാലിന്യങ്ങൾ എൻ്റെ ഉത്തരവാദിത്തത്തിലും നേതൃത്വത്തിലും ഞാൻ എന്ത് ചെയ്തുകൊള്ളാം, സംസ്കരിച്ചുകൊള്ളാം എന്നുള്ളത് നിങ്ങൾ എഴുതി ഒപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇപ്പൊ വന്ന വിഷയം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മള് ഈ പറയപ്പെടുന്ന പോലെ ബൾക്ക് വേസ്റ്റ് ജനറേറ്ററുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ സംസ്ഥാനത്ത് ഇതുമായി ബന്ധപ്പെട്ട് അക്രഡിറ്റഡ് ഏജൻസികളുണ്ട്, ഇത്തരത്തിലുള്ള മാലിന്യങ്ങൾ എടുക്കുന്ന ആളുകളുണ്ട്, ഈ മുനിസിപ്പാലിറ്റിയുമായിട്ടൊക്കെ കരാറുള്ള അതുപോലുള്ള അക്രഡിറ്റഡ് ഏജൻസികളുണ്ട്. അപ്പൊ ബൾക്ക് വേസ്റ്റ് ജനറേറ്റർമാർ നേരിട്ട് തന്നെ ഇത്തരത്തിലുള്ള ആളുകളുമായി നെഗോഷിയേറ്റ് ചെയ്ത്, അതായത് അവർക്ക് ഇപ്പം ഒരാൾക്ക് തന്നെ കൊടുക്കണമെന്ന് അറിയാമില്ല, അവർക്ക് അവരുമായി ആലോചിച്ച് അവരിൽ ഏറ്റവും കുറഞ്ഞ നിരക്കുള്ള ഒരാളുമായി കരാർ നടത്തി ബൾക്ക് വേസ്റ്റ് ആയതുകൊണ്ട് തന്നെ അവർ നേരിട്ട് കൊടുക്കണം എന്നുള്ളതാണ് ഈ ചട്ടങ്ങളിലും പറയുന്നത്, അതുപോലെ തന്നെ ഉത്തരവുകളിലും പറയുന്നത്. പുതിയ ബന്ധങ്ങൾ. ബ്രൈഡൽ ക്രാഫ്റ്റ്, ദ വെഡിംഗ് മോൾ, പാൻ ബസാർ, തിരൂർ.